ഈ പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനത്തിൽ BJP ബന്ധമെന്ന സൂചന നൽകി പോലീസ് എഫ്ഐആർ. കല്ലേക്കാട് BJP പ്രവർത്തകൻ സുരേഷിന്റെ വീട്ടിൽ നിന്ന് സ്ഫോടകവസ്തു കണ്ടെത്തിയ കേസിലെ എഫ്ഐആറിലാണ് സുരേഷിന്റെ പങ്ക് സൂചിപ്പിക്കുന്നത്. സ്ഫോടനത്തിന്റെ തലേദിവസം സുരേഷും കൂട്ടുപ്രതി സ്കൂളിന് പരിസരത്തുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേർന്നു. സാജിദ്, ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയോ? അജിൻസ്, കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് പട്ടാമ്പി കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഇവരെ ഹാജരാക്കിയിരുന്നത്. ഈ സ്ഫോടക വസ്തു കൈവശം വെച്ചത് അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ BJP പ്രവർത്തകനായ സുരേഷിന്റെ വീട്ടിൽ നിന്ന് ഈ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വസ്തുക്കളാണ്, മനുഷ്യജീവൻ അപായപ്പെടുത്തുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് എഫ്ഐആർ. ഈ സ്ഫോടക വസ്തുക്കൾ കൂടാതെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ BJP പ്രവർത്തകനായ സുരേഷിന് ഈ വ്യാസവിദ്യാപീഠത്തിലെ സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായും ഈ പുതിയ എഫ്ഐആറിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സുരേഷും കൂട്ടുപ്രതിയായ നൌഷാദും ഈ സ്ഫോടനം നടക്കുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ ഈ വ്യാസവിദ്യാപീഠം സ്കൂളിന് സമീപത്തായി എത്തിയതായും ഈ പോലീസ് നമുക്ക് വിവരം നൽകുന്നുണ്ട്. എന്തായാലും ഈ പ്രതികളെ ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. പോലീസ് കസ്റ്റഡിയിൽ അടുത്ത ദിവസങ്ങളായി വാങ്ങും. എന്നതിന് ശേഷമുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് ഈ ആദ്യ സ്ഫോടനം, അതായത് വ്യാസവിദ്യാപീഠത്തിലെ സ്ഫോടനവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കും. ശരി.